എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരു ദിവസം രാത്രി എനിക്കൊരു കോൾ വന്നു. മായ വിശ്വനാഥാണ് ഇക്കാര്യം സംസാരിക്കുന്നത്. ട്രൂ കോളറിൽ സന്തോഷ് വർക്കി എന്ന് കാണുന്നുണ്ട്. ആരുടെ ഫോണായാലും ഞാൻ എടുക്കും, കാരണം എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ആരാണെന്ന് ചോദിച്ചപ്പോൾ ആറാട്ടണനാണെന്നാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല. എന്നെ എല്ലാവരും വിളിക്കുന്നത് ആറാട്ടണൻ എന്നാണെന്ന് അയാൾ പറഞ്ഞു. നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഇട്ട പേരുണ്ടല്ലോ, അതെന്താണെന്ന് ഞാൻ ചോദിച്ചു. അത് സന്തോഷ് വർക്കി എന്ന് പറഞ്ഞു. പരിചയപ്പെടാൻ വിളിച്ചതാണ്. മാഡം ഇപ്പോൾ വനിതാ തിയേറ്ററിൻ്റെ മുമ്പിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തിയേറ്ററിന് മുന്നിൽ നിൽക്കുന്നതല്ല എൻ്റെ ജോലിയെന്ന് ഞാൻ പറഞ്ഞു. മാഡത്തെ കണ്ടാൽ ദേവതയെ പോലുണ്ടെന്ന് അയാൾ. തനിക്ക് ദേവതയെ കണ്ട് പരിചയമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. സോഷ്യൽ മീഡിയക്കാരായ 2-3 പേരെ വിളിച്ച് ഞാൻ ചോദിച്ചു. അയ്യോ മായ ചേച്ചി ഫോൺ എടുക്കല്ലേ, തലവേദനയാണെന്ന് അവർ പറഞ്ഞു. അപ്പോഴാണ് മഞ്ജു വാര്യരെയും ഐശ്വര്യ ലക്ഷ്മിയെയും നിത്യമേനോനെയും കല്യാണം കഴിക്കാൻ പിറകെ നടന്ന വ്യക്തി ഇതാണെന്ന് ഞാൻ അറിയുന്നത്. ഞാൻ ബ്ലോക്ക് ചെയ്തില്ല. ഇവനാണ് സിനിമാ നടികൾ മുഴുവനും വേശ്യകളാണെന്ന് പറയുന്നതെന്നും മനസ്സിലായി. എന്തായാലും സ്ത്രീകളെ ഇത്തരത്തിൽ അപമാനിച്ചതിന് നല്ലൊരു പണിയാണ് ആറാട്ടണന് കിട്ടിയിരിക്കുന്നത്. സിനിമാ നടിമാരെ മോശമായി പറഞ്ഞതിന് ആറാട്ടണൻ ജയിലിലായിരുന്നു. ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തു വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ആറാട്ടണൻ്റെ പ്രശ്നമെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തി, PhD ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി, നല്ല ബുദ്ധിയുണ്ടെന്ന് പറയുന്നു, മാത്സ് പ്രൊഡിജി ആയിരുന്നു താനെന്ന് പറയുന്നു. ഇതൊക്കെ സന്തോഷ് വർക്കി തന്നെ പറയുന്ന കാര്യങ്ങളാണ്. എന്തായാലും PhD ചെയ്യുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും അതിൻ്റേത് ഫിലോസഫിയിലോ മറ്റോ ആണ് PhD ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്തായാലും തീരെ ഒരു മോശമാവാൻ വഴിയില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തരം താണ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ അവസാനം ജയിലിൽ വരെ എത്തിയിരിക്കുകയാണ് ആറാട്ടണ്ണൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ സന്തോഷ് വർക്കി. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ പ്രധാന പ്രശ്നം എല്ലാവരും കുറേ പഠിക്കുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു ജോലിയൊന്നും തന്നെ അവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെയൊക്കെ ജീവിക്കാനുള്ള തത്രപ്പാടിലായിരിക്കാം ഇതേപോലെയുള്ള കോമാളി വേഷങ്ങളൊക്കെ കെട്ടി ഇവർ ആടുന്നത്. ഇവർക്ക് നല്ലൊരു ഫെയിം ലഭിക്കുന്നുണ്ട്, പക്ഷെ നല്ല രീതിയിൽ സിനിമയിൽ അഭിനയിക്കുന്ന പല നടീനടന്മാരെയും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് ഇവരെ പോലെയുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുന്നവരെ എല്ലാ മലയാളികളും അറിയുന്നത്. അതുമാത്രമല്ല, ഇങ്ങനെ കോമാളിത്തരങ്ങൾ കാണിക്കുന്നവർക്ക് ഒരുപാട് ആരാധകരുണ്ട്. ഈ ആരാധകർ ഇഷ്ടംപോലെ ഇവരെ വീഡിയോസ് കാണാറുണ്ട്. ഈ നെഗറ്റീവ് ഫെയിം എന്ന് പറയുന്നത് ഇപ്പോൾ സമൂഹം അങ്ങ് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ആറാട്ടനെ പോലെയുള്ള ഒരു റിവ്യൂവർ ബസൂക്ക മമ്മൂട്ടിയുടെ കൂടെ ഒരു ചിത്രത്തിലൊക്കെ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചത്. എത്രയോ നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്നവർ മമ്മൂക്കയോടൊപ്പമൊക്കെ ഒരു സ്ക്രീന് പങ്കിടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊതിയോടെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും കിട്ടാത്ത ചാൻസസ് ആണ് ആറാട്ടണ്ണനെ പോലെ നെഗറ്റീവായിട്ട് റിവ്യൂ പറയുക അല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ ഒരു കാരണമായിട്ടായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഒരു ഫെയിം എല്ലാവരും എൻജോയ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ അലൻ ജോസ് പെരേരയും ആറാട്ടണ്ണനും ഒക്കെ ഇത്തരത്തിലുള്ളൊരു ഫെയിമിന് വേണ്ടിയിട്ട് ഓടുന്നത്. ഇവർക്ക് ഒരുപാട് നഷ്ടങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ ആറാട്ടണ്ണൻ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച വരെ നമ്മൾ യൂട്യൂബിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ഇനിയെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിനും നോളജിനുമൊക്കെ അനുസരിച്ചുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു റെസ്പെക്റ്റ്ഫുള്ളായിട്ട് മാറും. ഒരു സമയത്ത് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൂടിയും പിന്നീട് നല്ല കാര്യങ്ങൾ ചെയ്താൽ ചേർത്ത് പിടിച്ച ചരിത്രം മാത്രമേ മലയാളികൾക്കുള്ളൂ. പക്ഷേ ഇത് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഇദ്ദേഹം നേടിയ വിദ്യാഭ്യാസമൊക്കെ വെറുതെ ആയിപ്പോയി എന്നേ പറയാൻ പറ്റുകയുള്ളൂ. എന്തായാലും പ്രേക്ഷകരായി നിങ്ങൾക്ക് ആറാട്ടണ്ണൻ, അലൻ ജോസ് പെരേര ഇവരെയൊക്കെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇവർ ചെയ്യുന്ന രീതിയിൽ ഫെയിം കിട്ടിയാലും ഓക്കെ ആണോ? അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫെയിം അത് ഒരു മോശമായിട്ടുള്ള കാര്യമാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? കാരണം ആറാട്ടണ്ണനൊക്കെ ഒരുതരം സ്റ്റോക്കിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരുടെയും പുറകെ നടന്ന് ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുക. ആറാട്ടണ്ണൻ ഇങ്ങനെ ഫെയിം ആവാൻ കാരണം തന്നെ നിത്യമേനൻ എന്ന നടിയുടെ പുറകെ നടന്ന് വളരെയധികം അവരെ ശല്യപ്പെടുത്തിയ ഒരു കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലൂടെയൊക്കെയാണ് ഇവർ പ്രശസ്തരായി മാറുന്നത്. അപ്പം തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവർ ഫെയിം ഉണ്ടാക്കിയെടുക്കുന്നത്.
ഇത് നമ്മൾ അംഗീകരിക്കണോ? ഇത്തരത്തിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഫിലിമിൽ അവസരങ്ങൾ, അതുപോലെ തന്നെ കഴിവുള്ളവർക്ക് പോലും കിട്ടാത്ത സ്ഥലത്താണ് ഇത്തരത്തിൽ ഇവർക്ക് ഫിലിമിലൊക്കെ അഭിനയിക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നത്. ഇതൊക്കെ ശരിയായ ഒരു സമൂഹത്തിൻ്റെ പ്രവണതയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. ഫ്രണ്ട്സ്, ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ.